പാകിസ്ഥാനെ കുറിച്ച് ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. വാർത്തകൾ മലയാള മാധ്യമങ്ങളിലടക്കം പുറത്തു വരുന്നു. 1 കിലോ അരിക്ക് 340 രൂപയും അതുപോലെ മുട്ടയ്ക്ക് ഏതാണ്ട് 400 രൂപയും, അങ്ങനെ ഓരോന്നിനും 300, 350, 400 വിലയില്ലാത്ത ഒരു സാധനവുമില്ല. അമ്മാതിരി വിലക്കയറ്റമാണ് പാകിസ്ഥാനിൽ എന്നാണ് പറയുന്നത്. എനിക്കത് കേട്ടിട്ട് പ്രത്യേകിച്ചൊന്നും തോന്നുന്നില്ല. അവിടെയുള്ള ഒരു മനുഷ്യരല്ലേ, അവർക്ക് ജീവിക്കണ്ടേ, പട്ടിണി കിടക്കൂലേ എന്നൊക്കെ പറയും. അത് മനുഷ്യത്വപരമായിട്ട് നമുക്ക് അങ്ങനെയൊക്കെ ചിന്തിക്കാം. പക്ഷേ ഒരു രാജ്യം എന്ന നിലയിൽ, നമ്മുടെ കുട്ടിച്ചോറാക്കാനായിട്ട് വന്ന ഒരു രാജ്യം എന്ന നിലയിൽ എനിക്ക് അതിലൊന്നും തോന്നുന്നില്ല. പാകിസ്ഥാൻ സർക്കാരിന് വേണമെങ്കിൽ അവിടെയുള്ള മുഴുവൻ ആൾക്കാരുടെയും പട്ടിണി മാറ്റാൻ നിമിഷ നേരം മതി. അവരത് ചെയ്യുമെന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പാകിസ്ഥാനും രക്ഷപ്പെടും, ഇന്ത്യക്കാരും രക്ഷപ്പെടും, രണ്ടുപേരും രക്ഷപ്പെടും. ഇന്ത്യക്കാരെന്നല്ല, മുഴുവൻ ആൾക്കാരും രക്ഷപ്പെടും. ഭാവിയിൽ യുദ്ധമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ അങ്ങ് പോവുകയും ചെയ്യും. സംഭവം എന്നത് മനസ്സിലായോ? പാകിസ്ഥാനിൽ യഥേഷ്ടം കിട്ടുന്നത്, വിലക്കുറച്ച് കിട്ടുന്ന ഒരു സാധനമാണ് തീവ്രവാദികൾ എന്ന് പറയുന്നത്, ഭീകരവാദികൾ. പ്രത്യേകിച്ച് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറാൻ വെച്ചിട്ടുള്ള കുറച്ച് ആൾക്കാർ. ഇവറ്റുകളൊക്കെ വാങ്ങി കൊത്തി നുറുക്കി അവിടുത്തെ ജനങ്ങൾക്ക് തിന്നാൻ കൊടുത്താൽ മതി. 2 ഗുണമുണ്ട്. ഒന്ന്, ഈ ഭീകരവാദികളുടെ എണ്ണം ഒന്ന് കുറഞ്ഞു കിട്ടും. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അടിയും ഒഴിവായി കിട്ടും. ഇന്ത്യക്കാർക്കും സാമ്പത്തിക ലാഭം, പാകിസ്ഥാനും സാമ്പത്തിക ലാഭം. ഭാവിയിൽ വേണമെങ്കിൽ ഈ ഭീകരവാദികളെല്ലാം തീർന്നു കഴിയുമ്പോൾ സൗഹൃദ രാഷ്ട്രങ്ങളാകാം. അല്ലാതെ ഈ കാശ്മീരിൽ കടന്നു കയറിയിട്ട് ഏതാണ്ട് 10-37 പേരെ കൊന്നൊടുക്കിയിട്ട് അതുകൊണ്ട് അരിശം തീരാതെ വീണ്ടും ചൊറിഞ്ഞുകൊണ്ടിരുന്നിട്ട് ഇന്ത്യ ചെറുതായിട്ടൊന്ന് മാന്തിയപ്പോ കരുതി എന്താണ്? ഒന്നും ചെയ്യില്ല. 14 ദിവസം ഇന്ത്യ മിണ്ടാതിരുന്നപ്പോ പാകിസ്ഥാൻ കരുതി ഇന്ത്യ പേടിച്ചു വിറച്ചു. പിന്നെ ഒരറ്റത്തുനിന്നേ തുടങ്ങി ഗീർവാണം, വെല്ലുവിളി. ഞങ്ങളിത് പൊട്ടിക്കാൻ പോകുന്നു, ബോംബ് പൊട്ടിക്കാൻ പോകുന്നു, ആറ്റം ബോംബ് പൊട്ടിക്കാൻ പോകുന്നു, ഇന്ത്യ തീർക്കാൻ പോകുന്നു, ഇന്ത്യയുടെ വിമാനത്താവളങ്ങളെല്ലാം പൊട്ടിക്കാൻ പോകുന്നു എന്ന് വേണ്ട, ഇനി എന്തൊക്കെ അടിച്ചുവിടാൻ പറ്റൂ അതൊക്കെ അടിച്ചുവിട്ടു. ഇന്ത്യ ഒരൊറ്റ അക്ഷരം വേണ്ടിയില്ല. 14 ദിവസം. ആ 14 ദിവസത്തിന് ശേഷം പാകിസ്ഥാൻ ഒരു തീരുമാനം എടുക്കുന്നു, ഇന്ത്യയിൽ ആറ്റം ബോംബ് ഇട്ടേക്കാം. ഇന്ത്യയിൽ ആറ്റം ബോംബ് ഇട്ടേക്കാമെന്ന് തീരുമാനം എടുക്കാനായിട്ട് വട്ടം കൂടി ഇരുന്നതേ അവർക്ക് ഓർമ്മയുള്ളൂ. അടുത്ത സെക്കൻഡിൽ എവിടെ നിന്നാണോ ആറ്റം ബോംബ് കൊണ്ടുപോകേണ്ടത് അവിടെ അങ്ങോട്ട് പൊട്ടി. അവരുടെ അതും തീരുമാനമായി. പാകിസ്ഥാൻ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ടെങ്കിൽ നല്ലത്, ഇനി ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്, ചൊറിയരുത്. മിണ്ടാതെ നിന്ന് അമേരിക്കയുടെ കാല് പിടിച്ചുകൊണ്ട് ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഒരൊറ്റ ബ്രഹ്മോസിൽ ഉണ്ടായി. അതുകൊണ്ട് ഇത് ഓർമ്മ വേണം. കാരണം പാകിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം ഇത്തിരി പോകുന്ന ഒരു രാജ്യമാണ്, സ്വയം പര്യാപ്തമല്ല. അവിടെ യഥേഷ്ടമുള്ളത് തീവ്രവാദികളും ഭീകരവാദികളും മാത്രമാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ ജീവനും ജീവിതവും അതിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അവരെ സുഭിക്ഷമായി സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടി നിലകൊള്ളേണ്ട ഒരു ഭരണകൂടം, അതിലുള്ള കുറെ എണ്ണത്തിന് തെരഞ്ഞു പിടിച്ച് അനാവശ്യമായി പരിശീലനം കൊടുത്ത് ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറ്റി വിട്ട് കുറെ ഭീകരന്മാരെയും ഇവരെയും ഉണ്ടാക്കിയോട്ട് ഇറക്കി വിട്ടപ്പം ഇന്നത്തെ ഒരു അവസ്ഥ ഓർക്കേണ്ടതായിരുന്നു. അതുകൊണ്ട് തന്നെ പാകിസ്ഥാൻ ഇത് ചോദിച്ചു വാങ്ങിയതാണ്. ഇന്ത്യക്കാരെന്തായാലും, ഇന്ത്യയിൽ ഇപ്പോൾ നരേന്ദ്രമോദിയോ ഇന്ത്യയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു പൗരനോ പാകിസ്ഥാനെ ഒന്നും ചെയ്തിട്ടില്ല. അങ്ങോട്ട് ചേറി ഒന്നും ചെയ്തിട്ടില്ല. ഇങ്ങോട്ട് കിട്ടിയതിന് മാന്തിയിട്ടേ മാത്രമേ ഉള്ളൂ. അതും അവിടുത്തെ സിവിലിയൻസിന് ഇന്ത്യ ഒന്നും ചെയ്തിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല, പറയേയില്ല. അത്തരം വിവരക്കേട് കാണിക്കുന്ന ഒരു രാജ്യമല്ല ഇന്ത്യ. എന്നിട്ടും ഇനിയിപ്പോൾ എന്താ വരാൻ പോണെന്നറിയാം. അവിടെ പട്ടിണി കിടക്കാൻ പോകുന്ന ജനം, ഈ 350-നും 400-നും 500-നും ഒക്കെ 1 കിലോ അരി വാങ്ങേണ്ട ഗതികേട് വരുന്ന ഒരു ജനം ഇനി പാകിസ്ഥാൻ സർക്കാരിനെ വെച്ചോണ്ടിരിക്കുമെന്ന് കണ്ടറിയാം. ഒരറ്റത്ത് നിന്ന് തുടങ്ങിയിട്ടുണ്ട് ബലൂച്ച്, ഇപ്പുറത്തുനിന്ന് ഇന്ത്യ കൊട്ടിയതിന്റെ ശിഷ്ടം വേറെ. ഇനി എല്ലാ ഭാഗത്തു നിന്നുമുള്ള സ്വന്തം ജനതയുടെ കയ്യൊക്കെ കൂടിയാവുമ്പോൾ സംഗതി ക്ലിയർ ആവും. ചോദിച്ചു വാങ്ങിയല്ലേ, അനുഭവിക്കുക, വേറെ മാർഗമൊന്നുമില്ല. Different angles. Don't forget to subscribe and support this channel.